എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫ്രാൻസിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന, അതായത് വേൾഡ് കപ്പ് കിരീടം ചൂടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ഒരു ടീമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രാൻസിൻ്റെ ആ ഒരു സ്ക്വാഡ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി, ആ ഒരു ഫ്രണ്ട് ലൈൻ എടുത്ത് നോക്കിയാൽ മതി, ആ ഒരു മിഡ് എടുത്ത് നോക്കിയാൽ മതി, ഫ്രാൻസിൻ്റെ ആ ഒരു കോച്ചിനെ എടുത്ത് നോക്കിയാൽ മതി. എന്ത് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഫ്രാൻസിനെ അങ്ങനെ ഒരു ടോപ്പ് ടൂവിലൊന്നും ഉൾപ്പെടുത്താക്കാൻ കഴിയൂല. കാരണം ഈ വേൾഡ് കപ്പ് അടിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ഒരു ടീമാണ് ഈ ഒരു ഫ്രാൻസ് എന്ന് പറയുന്നത്. കാരണം ഉസ്മാൻ ഡെംബേലെ കറൻറ്റ് ബലൻഡിയർ വിന്നർ അതിലാണ്, പിന്നെ സാക്ഷാൽ കിലിയൻ എംബാപ്പെ ഉണ്ട് അതിൽ, അതുപോലെ തന്നെ മൈക്കൽ ഒളീസ ഇപ്രാവശ്യം ബയേണിന് വേണ്ടി ഒരു മാരക പെർഫോമൻസ് കാഴ്ചവെച്ച് കൊണ്ടാണ് ഒളീസ ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ റയൽ മാഡ്രിഡിൻ്റെ ഓളിയൻ ചോമിനി പറയുന്ന ഒരു DM സ്ക്വാഡിലുണ്ട്. അതുപോലെ തന്നെ അഡ്രിയാൻ റാബിയോട്ട്, അതായത് ഈ ഒരു ഫ്രാൻസിൻ്റെ ഈ ഒരു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഫ്രാൻസിൻ്റെ ആ ഒരു മിഡ്ഫീൽഡ് അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു റാബിയോട്ട് ഉണ്ട്, കാൻഡ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ ഉപ്പമെക്കാനോ സാലിബ, ആസണലിന് വേണ്ടി കണ്ട ആ ഒരു ഗബ്രിയൽ മഗലസിൻ്റെ ഒപ്പം നല്ലൊരു കോമ്പിനേഷൻ കളിച്ച ഒരു സാലിബ എന്ന് പറയുന്ന ആ ഒരു സൂപ്പർ സ്റ്റാർ സെൻറ്റർ ബാക്കും, അതുപോലെ തന്നെ നല്ല വിങ് ബാക്കുകളും, ഈ ഒരു അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ഗോൾ കീപ്പറും, AC മിലാൻ്റെ ഗോൾ കീപ്പറും അതിലുണ്ട്, ഈ ഒരു ഫ്രാൻസിലുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിന് അങ്ങനെ ഇപ്രാവശ്യം ആർക്കും അല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 3 വേൾഡ് കപ്പ്, അതായത് ഈ വേൾഡ് കപ്പും അതിൻ്റെ 2022 2018 വേൾഡ് കപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി തള്ളാൻ കഴിയാത്തൊരു ടീമാണ് ഈ ഒരു ഫ്രാൻസ് എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ 2 ഫൈനലും കളിച്ചൊരു ടീമാണ്, ഒരു കിരീടം ചൂടിയ ടീമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. ഇതിലും ഈ ഒരു വേൾഡ് കപ്പിലും ഫൈനലിൽ കളിക്കാനും കിരീടം ചൂടാനും സാധ്യത കൽപ്പിക്കുന്ന ഒരു ടീമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്രാൻസിൻ്റെ വേൾഡ് കപ്പ് വിശേഷങ്ങൾ, അതായത് ഇപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഫ്രാൻസിന് അപ്പ് ഫ്രണ്ടിലേക്ക്, അതായത് മുന്നോട്ട് പോകുമ്പോൾ ആരൊക്കെയാണ് ഫ്രാൻസിന് കിട്ടാൻ ചാൻസ് ഉള്ളത്, എവിടെയൊക്കെയാണ് ഫ്രാൻസിന് ടൈറ്റ് ആകാൻ ചാൻസ് ഉള്ളത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആ ഒരു ഗ്രൂപ്പ് ഘട്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്രാൻസിൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നത് എന്ന് പറയുന്നത് ഗ്രൂപ്പ് I ആണെന്ന് തോന്നുന്നു. ആ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നത് ഈ ഒരു ഫ്രാൻസും നോർവേയും അതുപോലെ തന്നെ സെനഗലും ഇറാഖുമാണ്. അപ്പോൾ ഇതിലൊരു ബേസിക്കലി ഒരു സിമ്പിൾ ഗ്രൂപ്പാണെന്ന് പറയാമെങ്കിലും നോർവേനെ പോലത്തെ അതുപോലെ തന്നെ ആഫ്രിക്കൻ ചാമ്പ്യന്മാരായിട്ടുള്ള ആ ഒരു സെനഗൽ അടക്കം ഈ ഒരു ഗ്രൂപ്പിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ ഫ്രാൻസിന് സംഭവം ഈ കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഫ്രാൻസാണ് ഇപ്രാവശ്യത്തെ ഫേവറേറ്റ്സ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 മത്സരങ്ങളും ഫ്രാൻസ് ജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഈ ഒരു ടോപ്പ് സ്കോറിൻ്റെ ലിസ്റ്റിലൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെംബേലയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എംബാപ്പയാണെന്നുണ്ടെങ്കിലും 4 ഗോളുകളൊക്കെ അടച്ചിങ്ങാണ്ട് ഇപ്പോൾ മുൻപന്തിയിൽ തന്നെ ഉണ്ട്. ഇവർക്ക് മുന്നിലുള്ളതെന്ന് പറയുന്നത് സാക്ഷാൽ ലയണൽ മെസ്സി ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം അങ്ങനത്തെ ഒരു മാരക പെർഫോമൻസ് കഴിഞ്ഞാണ്ടാണ് റൗണ്ട് ഓഫ് 32ലേക്ക് നോക്കൗട്ടിലേക്ക് ഫ്രാൻസ് പ്രവേശിക്കുന്നത്. ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ ഫ്രാൻസിന് നേരിടേണ്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടാകുക നോർവേക്കെതിരെയുള്ള മത്സരമാണ്. പക്ഷേ നോർവേക്കെതിരെയുള്ള മത്സരം പോലും സിമ്പിളായിക്കൊണ്ടാണ് ഫ്രാൻസ് ജയിച്ചത്. ഏകദേശം 4-1 ആ ഒരു ഇതിലാണ് ജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ കാത്തിരുന്ന ആ ഒരു പോരാട്ടം, ഹാലൻഡ് vs എംബാപ്പെ എന്നുള്ള പോരാട്ടം ആ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. കാരണം ഈ ഒരു ഹാലൻഡിനെ ഈ ഒരു നോർവേ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ഒഡേഗാർഡും ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ആ കളിയിൽ. ടോട്ടലി ഒരു വേറെ ടീമായിരുന്നു, ഒരു സാധാ യൂറോപ്യൻ ടീം വന്ന് കളിച്ചു പോണ ആ ഒരു ശൈലിയിലായിരുന്നു ആ ഒരു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ആ ഒരു മത്സരത്തിൽ ഈ ഒരു ഉസ്മാൻ ഡെംബേലെ ഓൾറെഡി ഒരു ഗോളൊക്കെ അടിച്ചാണ് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബലൻഡിയർ ലെവൽ പെർഫോമൻസ് നമുക്ക് കാണാൻ കഴിഞ്ഞത്, വേൾഡ് കപ്പിൽ കാണാൻ കഴിഞ്ഞത് ഈ ഒരു മത്സരത്തിലാണ്, നോർവേക്കെതിരെയുള്ള മത്സരത്തിലാണ്. അതിലൊരു 32 മിനിറ്റിനുള്ളിൽ ഹാട്രിക്ക് അടിക്കാനും സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്രാൻസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഹാട്രിക്ക് ഇങ്ങനെ നേടുന്ന വേൾഡ് കപ്പിൽ ഹാട്രിക്ക് നേടുന്ന 3ാമത്തെ പ്ലെയറാണ്. ഒന്ന് ജസ്റ്റ് ഫോണ്ടെയിൻ ആണെന്ന് തോന്നുന്നു, പിന്നെ എംബാപ്പയാണ്. ആ ഒരു ഹാട്രിക്ക് ആരും മറക്കാൻ ചാൻസ് ഇല്ല, ആ ഒരു ഫൈനൽ ഹാട്രിക്കാണ്. പിന്നെ ഈ ഒരു ഡെംബേലെ ഇന്നലെ അടിച്ചിട്ടുള്ള ഹാട്രിക്കുമാണ് ഉള്ളത് പറയാം. അപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിൽ ഈ ഒരു ഫ്രാൻസ് നേരിടേണ്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഇതെന്ന് പറയുമ്പോൾ ആ ഒരു വെല്ലുവിളിയൊക്കെ സിമ്പിളായിട്ട് തന്നെ ഫ്രാൻസ് മറികടന്ന് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായങ്ങാണ്ട് മുൻപോട്ട് പോയിട്ടുണ്ട്. അപ്പം ഇനി ഫ്രാൻസിൻ്റെ റൗണ്ട് ഓഫ് 32 ആ ഒരു ഓപ്പണൻ്റ് ആരാന്നുള്ളത് ഒരു ചോദ്യം തന്നെയാവും. അപ്പോൾ അവിടെ ഫ്രാൻസിന് കിട്ടുക ഒരു 3ാം സ്ഥാനക്കാരാണ്, അതാരും അല്ല, സ്വീഡനാണ്. അതായത് ജപ്പാൻ, നെതർലാൻഡ്സ്, സ്വീഡന്, അതുപോലെ തന്നെ തുനീസിയ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ നിന്നുള്ള, അതായത് ഗ്രൂപ്പ് E ആണെന്ന് തോന്നുന്നത്, ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് 3ാം സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്വീഡനാണ് ഇനി ഫ്രാൻസിൻ്റെ മുന്നിൽ വന്ന് പെട്ടിട്ടുള്ളതെന്ന് പറയാം. അപ്പം
ഇവിടെ ഒന്നും ഫ്രാൻസിന് സത്യത്തിൽ വലിയ ചലഞ്ച് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വീഡൻ്റെ കളിയൊക്കെ നമ്മൾ കാണുന്നതാണ്. വലിയൊരു ഫ്രാൻസിനൊന്നും അട്ടിമറിക്കാനുള്ളത് കഴിവൊന്നുമില്ല സ്വീഡൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഫ്രാൻസ് അവിടെ മുൻപോട്ട് പോകുക തന്നെ ചെയ്യും. അപ്പോൾ ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഫ്രാൻസിന് കിട്ടാൻ ചാൻസ് ഉള്ളത് എന്ന് പറയുന്നത് സാക്ഷാൽ ജർമ്മനിനെയാണ്. ജർമ്മനിയും പരോഗോയാണ് അപ്പുറത്തെ സൈഡിൽ കളി നടക്കുക. ആ ഒരു കളിയിൽ ജർമ്മനി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് ഓഫ് 16 ഈ ഒരു ഫ്രാൻസിനെ നേരിടേണ്ടി വരിക ജർമ്മനിനെയാണ്. അപ്പോൾ ഈ ഒരു ജർമ്മനി വന്ന് ജർമ്മനിനെയും ഫ്രാൻസ് കടക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അങ്ങനത്തെ ഒരു സ്ക്വാഡ് കാര്യങ്ങളും മാനേജറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫ്രാൻസിന് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. മേ ബി ജർമ്മനിക്ക് ആ ഒരു സ്ക്വാഡ് സ്ട്രെങ്ത് ഒക്കെ ഉണ്ട്. ഈ ഒരു ഫ്രാൻസിനെ അട്ടിമറിക്കാനല്ല തോൽപ്പിക്കാനുള്ള ഒരു കഴിവൊക്കെ ജർമ്മനിൻ്റെ സ്ക്വാഡിലും കാണാൻ പറ്റും. പക്ഷേ അവിടെ ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ഫ്രാൻസ് ജയിക്കും എന്നുള്ളതാണ്. ഈ ജർമ്മനിനെ മറികടന്നുകൊണ്ട് ഫ്രാൻസ് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രാൻസിന് നേരിടേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു നെതർലാൻഡ്സോ അല്ലെങ്കിൽ മൊറോക്കോ അങ്ങനത്തെ ടീമുകളായിരിക്കും. മിക്കവാറും നെതർലാൻഡ്സ് ആകാനാണ് ചാൻസസ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ ഈ ഒരു നമ്മൾ ഒരു ക്ലമൻ്റ് ആ ഒരു ജർമ്മൻ മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള ക്ലമൻ്റിൻ്റെ പ്രവചന പ്രകാരം ആ ഒരു നെതർലാൻഡ്സ് vs ഫ്രാൻസ് മത്സരത്തിൽ നെതർലാൻഡ്സ് ഈ ഒരു ഫ്രാൻസിനെ തോൽപ്പിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് അവിടെ ഫ്രാൻസ് ജയിച്ച് കയറുന്നതാണെന്ന് അത് എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇനി ക്വാർട്ടർ ഫൈനലിലേക്ക് വരുമ്പോൾ ഈ ഫ്രാൻസിൻ്റെ ഒരു സൈഡിൽ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രാൻസ് നേരിടേണ്ടി വരിക ഒന്നല്ലെങ്കിൽ സ്പെയിൻ അല്ലെങ്കിൽ പോർച്ചുഗലാണ്. ഇവിടെ നല്ലൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ കളിയിൽ പോർച്ചുഗൽ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലേക്ക് പോർച്ചുഗലിന് നോക്കേണ്ട ആവശ്യമില്ല. അതായത് ഈ സ്പെയിന് അതുപോലെ തന്നെ ഈ ഒരു നെതർലാൻഡ്സ് ഫ്രാൻസ് ജർമ്മനി ഈ ഒരു മാരകമായ സൈഡാണ് ഈ ഒരു ബെൽജിയം. ഇങ്ങനത്തെ ടോപ്പ് ടീമൊക്കെ അടങ്ങുന്ന ഒരു സൈഡാണ് ഏത് ഈ ഒരു മിക്ക യൂറോപ്യൻ ജയൻസൊക്കെ അടങ്ങിയിരിക്കുന്ന സൈഡാണ് ഈ ഒരു ഫ്രാൻസ് അടങ്ങിയിരിക്കുന്ന ആ ഒരു നോക്കൗട്ട് ഇതെന്ന് പറയുന്നത്. ഇന്നത്തെ കളിയിൽ പോർച്ചുഗൽ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ പോർച്ചുഗലിന് ഇങ്ങോട്ട് പ്രവേശിക്കേണ്ടി വരില്ല. മറിച്ച് അവിടെ അപ്പുറത്തെ സൈഡിൽ അതായത് അർജന്റീനയും ബ്രസീലൊക്കെ നിൽക്കുന്ന ആ ഒരു അപ്പുറത്തെ സൈഡിൽ ഒരു എന്താണ് 3ാം സ്ഥാനക്കാരോട് മത്സരിച്ചാൽ മതിയാകും. പക്ഷേ പോർച്ചുഗലിന് ആ മത്സരം ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ഒരു കളി ഡ്രോ ആകെ അല്ലെങ്കിൽ പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പോർച്ചുഗലിന് മിക്കവാറും ഈ ഒരു സൈഡിലേക്ക് തന്നെ വരേണ്ടി വരും. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാകും. അവിടെ ഫ്രാൻസിനെ വരെ എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ഈ പോർച്ചുഗലിന് ആദ്യം സ്പെയിനിനെ ബീറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതിലൊരു സംഭവമാണ് ഈ ഒരു ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു എന്തായാലും ഈ FIFA വേൾഡ് കപ്പിൽ മിക്കവാറും അവർ അട്ടിമറിക്കുള്ള ചാൻസസ് ഒക്കെ ഉണ്ടാകാം. പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനെ ഒറ്റയടിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മാനേജറും നല്ലൊരു അതായത് എക്സ്പീരിയൻസ്ഡ് മാനേജറാണ്. ഓൾറെഡി ഈ ഒരു കപ്പ് എടുത്ത് നേടിയൊരു മാനേജറാണ്. 2 പ്രാവശ്യം ഫൈനൽ കളിപ്പിച്ച മാനേജറാണ്. അതുപോലെ തന്നെ 2 പ്രാവശ്യം ഫൈനൽ കളിച്ച ഈ ഒരു ഫൈനലിൽ ഒരു ഹാട്രിക് അടിച്ച ഒരു പ്ലെയറും ആ ഒരു സ്ക്വാഡിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫ്രാൻസിനെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. ഏറ്റവും ടോപ്പ് ഫേവറേറ്റായി ഞാൻ കണക്കാക്കപ്പെടുന്ന ഒരു ടീമാണ് ഈ ഒരു ഫ്രാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഫ്രാൻസ് എവിടെ വരെ റീച്ച് ചെയ്യും? ഈ ഒരു ആ ഒരു മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള ആ ഒരു ക്ലമൻ്റ് പറഞ്ഞത് ശരിയാക്കാൻ ചാൻസ് ഉണ്ടോ? നെതർലാൻഡ്സ് ഫ്രാൻസിനെ അട്ടിമറിക്കുമോ? എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ.